2 പതിറ്റാണ്ടു നീണ്ട ജയിൽവാസത്തിനൊടുവിൽ റഹീം നാട്ടിലെത്തി. മകന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് ആ ഉമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ എന്റെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമാണ് സൗദിയിൽ നിന്നും ഇന്ന് വീട്ടിലെത്തിയത്. ലോക മലയാളികൾ ഒന്നടങ്കം ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ അവിടെ ഒരു പുതുപ്രതീക്ഷയുടെ നാമ്പ് വിരിയുകയായിരുന്നു. ഏവർക്കും ഒരേ ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ, റഹീമിന്റെ മോചനം. അങ്ങനെ ആകെ സമാഹരിച്ചത് 47,87,65,347 രൂപ. അതിൽ നിന്നും 34 കോടി രൂപ ദയാധനമായി നൽകിയതോടെയാണ് റഹീം വധശിക്ഷയിൽ നിന്ന് ഒഴിവായത്. ആഗോള മലയാളി സമൂഹം ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഒരു മഹാജീവകാരുണ്യ ദൗത്യത്തിന്റെ ശുഭപര്യവസാനമായിരുന്നു ഇന്ന്. ഒടുവിൽ റഹീമിന്റെ ഉമ്മായുടെ ആ സ്വപ്നം പൂവണിഞ്ഞു. മകന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് ആ ഉമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ എന്റെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം സൗദിയിൽ നിന്നും വീട്ടിലെത്തിയതോടെയാണ് മലയാള ലോകം ആ വൈകാരിക മുഹൂർത്തത്തിന് സാക്ഷിയായത്. 2 പതിറ്റാണ്ടു നീണ്ട ജയിൽവാസത്തിനു ശേഷമായിരുന്നു റഹീമിന്റെ മടക്കം. എല്ലാ മലയാളികളെയും പോലെ ജീവിതത്തെക്കുറിച്ച് നിറയെ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു റഹീമും പ്രവാസ ലോകത്തേക്ക് യാത്രയായത്. 2006 ഡ്രൈവർ ജോലിക്കായി റഹീം സൗദിയിലെത്തിയത്. എന്നാൽ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിത സംഭവങ്ങളായിരുന്നു അദ്ദേഹത്തെ അവിടെ കാത്തിരുന്നത്. ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയ റഹീം സ്പോൺസറുടെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള മകനെ പരിചരിക്കുന്നതിനിടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. വാഹനത്തിൽ വെച്ച് കുട്ടി അക്രമാസക്തനാകാൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടെ അബദ്ധത്തിൽ കൈതട്ടി കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണം തകരാറിലാവുകയും ശ്വാസതടസ്സം മൂലം കുട്ടി മരണപ്പെടുകയുമായിരുന്നു. അറസ്റ്റിലായ റഹീമിന് കോടതി വധശിക്ഷ വിധിക്കുകയും അപ്പീൽ കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നുവെങ്കിലും കോടതി അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ക്രൂരമായ കൊലപാതകമെന്നും തെളിവ് നശിപ്പിച്ചെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദത്തെ കോടതി ശരിവയ്ക്കുകയും ചെയ്തു. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുട്ടിയുടെ കുടുംബം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുക മാത്രമായിരുന്നു ഏകപോം വഴി. എന്നാൽ തുടക്കത്തിൽ വിധി നടപ്പാക്കണമെന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ നിലപാട് തിരിച്ചടിയായി. പക്ഷേ ശുഭപ്രതീക്ഷ അസ്തമിക്കാതിരുന്ന ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും റിയാദ് പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ നിരന്തരം ചർച്ചകൾ നടത്തി. ഇതിനിടെ സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക സ്റ്റേ സമ്പാദിക്കാനായി. എന്നാൽ അത് നീക്കാൻ വാദിഭാഗം ആവശ്യപ്പെട്ടതോടെ റഹീമിന്റെ ജീവൻ വീണ്ടും അപകടത്തിലായി. പക്ഷേ പ്രതീക്ഷയോടെ കമ്മിറ്റി ശ്രമങ്ങൾ തുടരുകയും ഒടുവിൽ 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദയാധനമായി നൽകിയാൽ മാപ്പ് നൽകാമെന്ന് കുട്ടിയുടെ കുടുംബം സമ്മതിക്കുകയുമായിരുന്നു. ഇത്രയും വലിയ തുക സമയബന്ധിതമായി കണ്ടെത്തുക എന്നത് അസാധ്യമെങ്കിലും ആഗോള മലയാളി സമൂഹം ഒത്തൊരുമയോടെ കൈകോർത്തതോടെ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ മഹാദൗത്യം വിജയത്തിലെത്തി. 2024 സമാനമായ ഒരു ചെറിയ പെരുന്നാൾ കാലത്താണ് റഹീമിനായുള്ള ഫണ്ട് സമാഹരണം പൂർത്തിയായത്. റമദാൻ 27 മുതൽ ഒഴുകി വന്ന തുക ലക്ഷ്യത്തിലെത്തിയത് ഒരു പെരുന്നാൾ ദിനം ഉച്ചയോടെയായിരുന്നു. അങ്ങനെ 2024 ജൂലൈ 2 റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ സൗദി പൊതു നിയമപ്രകാരം തടവ് ശിക്ഷ പൂർത്തിയാക്കണമെന്ന് റിയാദിലെ ക്രിമിനൽ കോടതി വിധിച്ചു. ഈ തടവ് കാലാവധി പൂർത്തിയായതോടെയാണ് ഇപ്പോൾ റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമായതും വീട്ടിലെത്തിയതും. കഴിഞ്ഞ മെയ് 26 റഹീമിന്റെ മോചന ഉത്തരവ് ഇറങ്ങുകയും എക്സിറ്റ് വിസ ലഭ്യമാവുകയും ചെയ്തത്. ഇതോടെ സഹായ സമിതി നാട്ടിലേക്കുള്ള യാത്രാ നടപടികൾ വേഗത്തിലാക്കി. ബുധനാഴ്ച ഉച്ചയോടെ ജയിലിൽ നിന്നും നാടുകടത്തൽ സെല്ലിലേക്ക് മാറ്റിയ റഹീമിനെ രാത്രിയോടെ വിമാനത്താവളത്തിൽ എത്തിച്ച് വിരലടയാളം രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനത്തിൽ കയറ്റിയത്. റഹീമിന്റെ മോചനത്തിന് ശേഷമുള്ള നാട്ടിലേക്കുള്ള മടക്കയാത്രയും ഒരു പെരുന്നാൾ ദിനത്തിലായത് തികച്ചും യാദൃശ്ചികമായി. ആഗോള മലയാളി സമൂഹം ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഒരു മഹാജീവകാരുണ്യ ദൗത്യത്തിന്റെ ശുഭപര്യവസാനമാണ് റഹീമിന്റെ ജന്മനാട്ടിലേക്കുള്ള മടക്കം. ആകെ 47,87,65,347 രൂപയാണ് റഹീമിനായി മലയാളി സമൂഹം സമാഹരിച്ചത്. ഇതിൽ 36,27,34,927 രൂപ ഇതുവരെ ചെലവായി. റഹീം സഹായ സമിതിയാണ് കേസ് നടത്തിയത്. ഒസാമ അൽ അംബർ ആയിരുന്നു റഹീമിന്റെ അഭിഭാഷകൻ.
സിദ്ദിഖ് തുവൂർ പവർ ഓഫ് അറ്റോർണിയും